മിസ്സാണ്. നമ്മളെല്ലാവരും ഇതാ വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കി ഫുൾ മാർക്കിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് നമ്മുടെ ബേസിക് സയൻസിൽ നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഹീറ്റ് ഇൻ എവറിഡേ ലൈഫ് അല്ലേ, താപം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ നമ്മുടെ 6th ചാപ്റ്റർ. ആ പാഠഭാഗത്തിലുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം, അത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ആക്ടിവിറ്റി എന്തായാലും ഈ വരാൻ പോകുന്ന എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതോടുകൂടി അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും കൺഫ്യൂഷൻ ഓടിക്കുന്ന ഒരു പോർഷൻ അല്ലെ, ഒരു ഭാഗമാണ് കടൽ കാറ്റും കരക്കാറ്റും അല്ലെ. അതായത് നമ്മുടെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത് രണ്ടും ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ ആകെ മൊത്തത്തിൽ എന്താണ് കൺഫ്യൂഷൻ, എവിടെ നിന്ന് എങ്ങോട്ടാണ് കാറ്റ് വീശുന്നത്, ആ കാറ്റ് വീശുന്നത് രാത്രിയിലാണോ പകലാണോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പല കൺഫ്യൂഷനും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണിത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ്. സോ എൻ്റെ മക്കൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, അടിപൊളിയായിട്ട് ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കരുത്. നമ്മൾ തുടങ്ങുകയാണ് ലാൻഡ് ബ്രീസും സീ ബ്രീസും അല്ലേ, നമ്മുടെ കരക്കാറ്റും കടൽ കാറ്റും. അപ്പോൾ ഇത് എന്താണ്, ഇതിന് പിന്നിലുള്ള ശാസ്ത്രം അല്ലെ, സയൻസ് എന്താണെന്ന് പറയുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കാം. കാരണം ഓരോന്നിൻ്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഒരു ചിന്ന കോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു ചെറിയ 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 എന്താണ് പൊടിക്കൈകളോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് പഠിച്ചെടുക്കാം. സോ ആദ്യം നമ്മൾ നോക്കുന്നത് സീ ബ്രീസിന്റെ കാര്യമാണ് അല്ലേ. സീ ബ്രീസിന്റെ കാര്യമാണ്, അതായത് നമ്മളുടെ എന്താണ് കടൽ കാറ്റാണ്. മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണ് മിസ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, കടൽ കാറ്റാണ്. അപ്പൊ കടൽ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്ത് വീശുന്ന കാറ്റാണ് നമ്മുടെ സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈമിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ എഴുതി വെക്കുന്നു പകൽ അല്ലേ, പകൽ അല്ലെങ്കിൽ എന്താണ് ഡേ ടൈമിലാണ്, പകൽ അല്ലെങ്കിൽ ഡേ ടൈമിലാണ്. ഓക്കെ, അപ്പൊ സീ ബ്രീസ് അഥവാ കടൽ കാറ്റ് പകൽ അഥവാ ഡേ ടൈമിലാണെന്ന് ഓർത്ത് വയ്ക്കാൻ ഇംഗ്ലീഷ് മീഡിയം ആയിക്കോട്ടെ മലയാളം മീഡിയം ആയിക്കോട്ടെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വേർഡ്സ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് പഠിച്ചു വയ്ക്കാം, കടൽ എപ്പോഴാണ്, പകലാണ്, കടൽ പകൽ. ആ പ്രാസം കണ്ടോ നിങ്ങൾ, എൽ അല്ലേ. അപ്പൊ കടൽ പകലാണ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കടൽ കാറ്റ് എന്ന് പറയുന്നത് പകൽ സമയത്താണ് എന്ത് ചെയ്യുന്നത്, വീശുന്നത്. ഇനി ഇത് എവിടെ നിന്ന് എവിടേക്കാണ്, ഫ്രം സീ ടു ലാൻഡ് ആണ് അല്ലെ, കടലിൽ നിന്ന് കരയിലേക്കാണ് ഈ കാറ്റ് എന്ത് ചെയ്യുന്നത്, വീശുന്നത്. ഓക്കെ, അപ്പൊ പേര് ഇതിന്റെ പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ പേരെന്താണോ അവിടെ നിന്ന് തുടങ്ങണം. അപ്പൊ കടൽ കാറ്റ് എന്നാണ് പേര്, അപ്പൊ കടലിൽ നിന്ന് വീശുന്നു എങ്ങോട്ടേക്ക്, കരയിലേക്ക്. അപ്പൊ സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സീ ടു ലാൻഡ് എന്നുള്ളത് നമ്മൾ ഓർത്തു വെക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ലാൻഡ് ബ്രീസ് ആണ് അല്ലെ. ഇതാ അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ലാൻഡ് ബ്രീസ് ആണ്. അപ്പൊ ലാൻഡ് ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരക്കാറ്റാണ് അല്ലെ, കരക്കാറ്റ്. അപ്പൊ കരക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സമയത്താണ്, അത് രാത്രിയിലാണ്, രാത്രി അല്ലെ, നൈറ്റ് ആണ്, നൈറ്റ്, രാത്രി അഥവാ എന്താണ് നൈറ്റ് ആണ്. അപ്പൊ മക്കൾ ഓർത്ത് വയ്ക്കുക, കര എപ്പോഴാണ്, രാത്രിയിലാണ്, കര രാത്രിയിലാണ്, അല്ലെങ്കിൽ ലാൻഡ് നൈറ്റ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അവിടെയും നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ ലെറ്റർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്, കര രാത്രി അല്ലെ, കര രാത്രിയിലാണ്, അല്ലെങ്കിൽ ലാൻഡ് നൈറ്റ് അല്ലെ, ലാൻഡ് നൈറ്റ്, രണ്ടിലും എന്താണ് എൻ കിടപ്പുണ്ട്. സോ ലാൻഡ് നൈറ്റ്, ലാൻഡ് എപ്പോഴാണ്, ലാൻഡ് ബ്രീസ് എപ്പോഴാണ്, നമ്മളുടെ നൈറ്റ് ടൈമിലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അത് അവിടെ നിന്ന് എങ്ങോട്ടാണെന്ന് പഠിക്കാൻ സുഖമാണ്, മിസ് പറഞ്ഞു പേരിൽ നിന്ന് തുടങ്ങണം. അപ്പൊ കരക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ നിന്ന് വീശുന്നു, കരയിൽ നിന്ന് കടലിലേക്ക്, ഫ്രം ലാൻഡ് ടു സീ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തു വയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. കാരണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് വീശുന്നത് അല്ലെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിന് പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ കാര്യം മക്കൾ സെറ്റാക്കി വെക്കുക. അപ്പൊ ഏത് നമുക്ക് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ടേം ഒന്നും ഇവിടെ നമുക്ക് പ്രശ്നമല്ല അല്ലെ. ആ കോഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ആ ഒരു ടെക്നിക്കിലൂടെ ഇത് ഓർത്ത് വയ്ക്കുക. കടൽ പകലാണ് ആൻഡ് കര എപ്പോഴാണ്, രാത്രിയാണ്. അത് മലയാളമാകുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു നമുക്ക് ആ വേർഡ് വെച്ചിട്ട് അത് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. പിന്നെ ഒരിക്കലും ഇത് നിങ്ങളോട് മറന്നു പോവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, റെഡി?
യെസ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ഇനി ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് കടൽ എന്താണ് പകലാവുന്നതും അല്ലെങ്കിൽ കരക്കാറ്റ് അല്ലേ ലാൻഡ് ബ്രീസ് രാത്രിയിലാവുന്നതും എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ ചാപ്റ്ററിലുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ സൂര്യൻ എല്ലാവർക്കും ചൂട് നൽകുന്നുണ്ട് അല്ലേ. ഹീറ്റ് എല്ലായിടത്തും ഒരുപോലെ എത്തുന്നുണ്ട്. അതിപ്പോൾ ലാൻഡിലായിക്കോട്ടെ സീയിലായിക്കോട്ടെ നമ്മുടെ എന്താണ് കരയിലായിക്കോട്ടെ കടലിലായിക്കോട്ടെ ഒരേപോലെ സൂര്യൻ അങ്ങനെ പാർഷ്യാലിറ്റി ഒന്നുമില്ല. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കരയ്ക്കും കടലിനും ഇത് അബ്സോർബ് ചെയ്യാനുള്ള ഇത് സ്വീകരിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ഒരുപോലെയല്ല. ഓക്കെ, ഒരു എക്സ്പെരിമെന്റിലൂടെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന പോയിന്റ് ആണ് നമ്മുടെ സാൻഡ് അല്ലേ നമ്മുടെ മണൽ എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഹീറ്റ്സ് അപ്പ് ക്വിക്ലി അല്ലേ, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ചൂട് പിടിക്കും. എന്നാൽ നമ്മുടെ വാട്ടർ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, അത്ര പെട്ടെന്നൊന്നും ചൂട് പിടിക്കില്ല. നമ്മൾ കുറച്ച് സാൻഡും കുറച്ച് വെള്ളവും എടുത്തിട്ട് നല്ല ഉച്ച സമയത്ത് നമ്മുടെ സൂര്യൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കഴിഞ്ഞ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സാൻഡ് പെട്ടെന്ന് 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 എന്ത് ചെയ്യും ചൂട് പിടിക്കും. പക്ഷേ നമ്മുടെ വാട്ടർ അത്ര പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല ചൂട് പിടിക്കില്ല. ഇതേ കാര്യം തണുക്കുന്നതിലും ഉണ്ട്. എന്താണ്? യെസ്, ഹോട്ട്സ് ആൻഡ് കൂൾസ് ഡൗൺ ക്വിക്ലി. നല്ല ചൂട് പിടിച്ച സാൻഡ് ഉണ്ടല്ലോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും തണുത്തു പോകും. സൂര്യൻ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ ചൂടൊന്ന് കുറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നമ്മുടെ സാൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും തണുക്കാൻ തുടങ്ങും. എന്നാൽ പയ്യെ ചൂട് പിടിച്ചിട്ടുള്ള നമ്മുടെ വാട്ടർ അപ്പോൾ ഇങ്ങനെ നല്ല നല്ല ഹോട്ട് കണ്ടീഷനിലേക്ക് വന്നിട്ടേ ഉള്ളൂ അല്ലേ. ആ ഹോട്ട് വാട്ടർ കൂൾസ് ഡൗൺ സ്ലോലി അല്ലേ. ആ ഒരു ചൂട് പിടിച്ച വെള്ളം എന്ന് പറയുന്നത് പയ്യെ 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 മാത്രമേ എന്ത് ചെയ്യുള്ളൂ തണുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ വാട്ടർ എല്ലാം സ്ലോലി അത് ചൂട് പിടിക്കുള്ളൂ, സ്ലോലി തന്നെ അത് തണുക്കുകയുള്ളൂ. എന്നാൽ സാൻഡ് എല്ലാം ഫാസ്റ്റാണ്, മണലെല്ലാം ഫാസ്റ്റാണ് അല്ലേ. അതായത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു ചൂട് പിടിക്കുന്നു. അതേപോലെ പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യുകയും ചെയ്യും യെസ് ക്വിക്കായിട്ട് അത് തണുത്തു പോവുകയും ചെയ്യും. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കടൽക്കാറ്റും കരക്കാറ്റും നമ്മുടെ സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂര്യൻ അല്ലേ, ഇവിടെ ഇതാ ആരുണ്ട് നമ്മുടെ സൂര്യനുണ്ട്. അപ്പം നമ്മുടെ സൂര്യൻ ഇതാ ഞാൻ സൂര്യനൊക്കെ വരയ്ക്കുന്നുണ്ട്. യെസ്, നമ്മുടെ സൂര്യൻ എന്ത് ചെയ്യാണ് ചൂട് തരുവാണ്. എല്ലാവർക്കും എന്താണ് ചൂട് തരുവാണ്. അപ്പോൾ ആ ചൂട് വാങ്ങിക്കൊണ്ട് നമുക്കറിയാം അല്ലേ ചൂട് പിടിക്കുക ആദ്യം കരയാണോ സീ ആണോ. ഇപ്പം നമ്മൾ പഠിച്ചത് പ്രകാരം നമുക്കറിയാം കര അല്ലേ നമ്മുടെ ലാൻഡ് ആണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് ചൂട് പിടിക്കുന്നത്. അങ്ങനെ ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംവഹനമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അല്ലേ. അപ്പം നമുക്കറിയാം ചൂട് പിടിച്ച വായു എന്ത് ചെയ്യാൻ തുടങ്ങും മുകളിലേക്ക് ഉയരാനായിട്ട് തുടങ്ങും. യെസ്, നമ്മുടെ ലാൻഡ് നമ്മുടെ കര ചൂട് പിടിച്ച് അതിന് മുകളിലുള്ള വായുവിനെ ചൂട് പിടിക്കുന്നു. ആ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യാൻ തുടങ്ങുന്നു ആ ഹോട്ട് എയർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു മുകളിലേക്ക് പോകാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ കമ്പാരിറ്റീവ്ലി നമ്മുടെ വാട്ടർ നമ്മുടെ സീ നമ്മുടെ കടൽ എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നേ ഉള്ളൂ ചൂടായി വരുന്നേ ഉള്ളൂ. അതായത് അവിടെയുള്ള വായു എന്ന് പറയുന്നത് ചൂട് കുറഞ്ഞ വായുവാണ്, തണുത്ത വായുവാണ്. ആ തണുത്ത വായുവിന് ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു എന്ത് ചെയ്യാനായിട്ട് യെസ് നമ്മുടെ ലാൻഡിൽ നമ്മുടെ കരയുടെ മുകളിലുള്ള വായു ഒക്കെ മുകളിലേക്ക് പോയിട്ടുണ്ട് അല്ലേ. അവിടെ കോട്ടൊഴിഞ്ഞു കിടക്കുകയാണ്, അവിടേക്ക് ഇതാ ഇങ്ങനെ അടിച്ച് കയറുകയാണ് ചെയ്യുന്നത്. യെസ്, ഈ ഒരു പ്രോസസ്സിനെ അല്ലേ ഈ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്തായിട്ട് കാണുന്നത് നമ്മുടെ സീ ബ്രീസ് അഥവാ കടൽ കാറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ കടൽ കാറ്റ് അഥവാ ഈ പറഞ്ഞിട്ടുള്ള സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പകൽ സമയത്താണ് വീശുന്നത്, കടലിൽ നിന്ന് കരയിലേക്ക് അല്ലേ ഫ്രം സീ ടു ലാൻഡ് ആണ്. ആൻഡ് അതിൻ്റെ കാരണവും നമ്മൾ ഇതാ ഇവിടെ പറഞ്ഞു വെച്ചു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്. യെസ്, അതിൻ്റെ വിവരണമാണ് ഇതവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം നമ്മളുടെ ലാൻഡ് ബ്രീസ് അല്ലേ നമ്മുടെ കരക്കാറ്റിനെ പറ്റി നമുക്ക് പറയാം. അപ്പം നേരത്തെ പറഞ്ഞു തന്നതുപോലെ തന്നെ ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലാണ് അല്ലേ നൈറ്റ് ടൈമിലുള്ള കാറ്റാണ്. അവിടെ എപ്പോഴാണ് അല്ലെങ്കിൽ എവിടുന്ന് എങ്ങോട്ടാണ് കരയിൽ നിന്ന് കടലിലേക്ക് അതായത് നമ്മുടെ ലാൻഡിൽ നിന്ന് എങ്ങോട്ടേക്ക് ഈ സീയിലേക്കുള്ളതാണ് യെസ് ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് യെസ് സൂര്യനൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയല്ലേ. അപ്പോൾ നമ്മുടെ സാൻഡിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ചൂടാവുന്നത് പോലെ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യുകയും ചെയ്യും തണുക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മുടെ കര രാത്രിയാവുന്ന സമയത്ത് ലാൻഡ് രാത്രിയാവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തണുത്തു പോകുന്നുണ്ട്. അതായത് അതിൻ്റെ മുകളിലുള്ള വായു എന്ന് പറയുന്നത് എന്തായിരിക്കും യെസ് എന്തായിരിക്കും
വായു ആയിരിക്കും അല്ലെ. വായു എയർ എന്ന് പറയുന്നത് തണുത്ത് കിടക്കുകയായിരിക്കും. എന്നാൽ നിങ്ങൾ സീയിലേക്ക് നോക്കുക, കടലിലേക്ക് നോക്കുക, അതിൻ്റെ അവസ്ഥ എന്താണ്? അത് നമ്മൾ പഠിച്ചതുപോലെ പയ്യെ പയ്യെ ചൂട് പിടിച്ച് വന്നതേ ഉള്ളൂ. സൂര്യൻ പോയതൊന്നും അത് അറിഞ്ഞില്ല. കാരണം എന്താണ്? പയ്യെ ചൂട് പിടിച്ച് വന്നതുകൊണ്ട് തന്നെ അത് പയ്യെ മാത്രം, അതായത് പതുക്കെ സാവധാനത്തിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? തണുക്കുകയുള്ളൂ. അതായത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ കടലിൻ്റെ മുകളിലുള്ള, സീയുടെ മുകളിലുള്ള വായു എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വളരെ ചൂട് പിടിച്ചിട്ടുള്ള വായു ആയിരിക്കും അല്ലെ. ആ ചൂട് പിടിച്ച വായു എന്ത് ചെയ്യാൻ തുടങ്ങും? നമ്മൾ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥ അല്ലെ. ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ട് എയർ എന്ത് ചെയ്യാൻ തുടങ്ങും? മുകളിലേക്ക് പോകാൻ തുടങ്ങും. യെസ്, അതിങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങും? ചൂട് പിടിച്ച വായുവൊക്കെ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മുടെ ലാൻഡിൽ, നമ്മുടെ കരയിലുള്ള തണുത്ത വായു അല്ലെ, ചൂട് കുറഞ്ഞിട്ടുള്ള നമ്മുടെ വായു എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? യെസ്, ഇങ്ങോട്ടേക്ക് അടിച്ച് കയറാൻ തുടങ്ങുന്നു അല്ലെ. അതായത് കരയിൽ നിന്ന് കടലിലേക്ക്, ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റ് വീശുന്നു. അതിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? ലാൻഡ് ബ്രീസ് അഥവാ കരക്കാറ്റായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ കടൽക്കാറ്റും കരക്കാറ്റും നമ്മളുടെ സീ ബ്രീസും ലാൻഡ് ബ്രീസും എപ്പോൾ നടക്കുന്നു എന്നുള്ളതും, അതുപോലെ എവിടെ നിന്ന് എങ്ങോട്ട് വീശുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അതിന് പിന്നിൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ സയൻസ് എന്താണെന്നുള്ളതും, ഈ 3 പോയിന്റുകളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് 3ഉം എൻ്റെ മക്കളെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കണം. ഇത് മാത്രമല്ല, നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാനുണ്ട്? പഠിച്ച് സെറ്റാക്കാനുണ്ട്. പഠിച്ചതൊക്കെ നമുക്ക് റിവൈസ് ചെയ്യാനുണ്ട്. സോ നിങ്ങൾക്കറിയാം, അതിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ യൂട്യൂബ് മാത്രമല്ല അല്ലേ, നമുക്ക് സൈലത്തിന് നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായിട്ട് എന്തുണ്ട്? യെസ്, നമ്മുടെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇപ്പം നല്ല ഓഫറോട് കൂടി അല്ലേ, 1000 rupees മാത്രമാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 1 ഇയറിലേക്ക്. സോ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ USSന് നമ്മൾ ആരും മറന്നിട്ടില്ല. ക്രിസ്മസ് എക്സാമിൻ്റെ കൂടെ തന്നെ ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് USSും അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റ് ആക്കേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ ഫ്രീ ബാച്ചാണ് നമ്മുടെ ധ്രുവ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതും നിങ്ങൾ എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്തിട്ട്, നമ്മുടെ സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കാടാ. അപ്പോൾ എല്ലാ മക്കൾക്കും യെസ്, thank you so much and bye-bye.